T20 വേൾഡ് കപ്പ് ടു IPL ദിവസങ്ങളുടെ വ്യത്യാസത്തിലുള്ള രണ്ട് വ്യത്യസ്ത ടൂർണമെൻറ്റുകൾ. ഒന്ന് കുട്ടി ക്രിക്കറ്റിലെ ഗ്ലോബൽ ടൂർണമെൻറ്റെങ്കിൽ മറ്റൊന്ന് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും T20 വേൾഡ് കപ്പിൽ നിന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് എത്തുമ്പോൾ ചില കൗതുകങ്ങളുണ്ട്. ലോകകപ്പിൽ അരങ്ങു തകർത്ത പലരും തൊട്ടു പിന്നാലെ നടന്ന IPLൽ ഫ്ലോപ്പാകുന്ന ചിത്രം. രാജ്യാന്തര T20യിൽ നിരാശപ്പെടുത്തിയ പലരും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ തകർത്ത് കളിക്കുന്ന ചിത്രങ്ങളും കാണാം. രണ്ട് വേദിയിലും ഒരേപോലെ ഫോം തുടരുന്ന സഞ്ജു സാംസണെ പോലെയുള്ളവരും രണ്ടിലും ഒരുപോലെ ഫ്ലോപ്പായവരുമുണ്ട്. നോക്കാം. അഭിഷേക് ശർമ്മ നിലവിൽ IPL ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത്. ഇതുവരെ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി 11 ഇന്നിംഗ്സുകളിൽ നിന്നായി അടിച്ചെടുത്തത് 475 റൺസ്. ഇതുവരെയായി ആ ബാറ്റിൽ നിന്ന് പറഞ്ഞത് ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും. ബാറ്റിംഗ് ആവറേജ് 54 മുകളിൽ. എന്നാൽ ലോകകപ്പിൽ ഇതായിരുന്നില്ല ഇന്ത്യൻ ഓപ്പണറുടെ സ്ഥിതി. ഒരുപക്ഷെ T20 ടീമിലെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യം. ഇന്ത്യ കിരീടം ചൂടിയെങ്കിലും ലോകകപ്പിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് അഭിഷേകിന് നേടാനായത് 141 റൺസ് മാത്രം. ആവറേജ് 17.63. സ്വന്തമാക്കിയത് ഒരേ ഒരു അർദ്ധ സെഞ്ചുറി. റൺ വേട്ടക്കാരിൽ 40-ാം സ്ഥാനത്ത്. ലോകകപ്പിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന താരം നനഞ്ഞ പടക്കമാകുന്ന ദയനീയ സ്ഥിതി. എന്നാൽ ഓറഞ്ച് ജേഴ്സിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനിൽ തൻ്റെ ഫിയർലെസ് അപ്രോച്ച് യുവ ഇടംകൈയൻ ബാറ്റർ തിരിച്ചു പിടിക്കുന്നതാണ് കണ്ടത്. ലോകകപ്പിൽ തന്നെ കുരുക്കിയ രാജ്യാന്തര ബോളർമാരെല്ലാം ആ ബാറ്റിൻ്റെ ചൂട് നന്നായി അറിഞ്ഞു. ട്രാവിസ് ഹെഡിനൊപ്പം ചേർന്നുള്ള അഭിയുടെ ബാറ്റിംഗ് പെർഫോമൻസ് ഹൈദരാബാദ് കുതിപ്പിൽ സുപ്രധാനമാകുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. T20 ലോകകപ്പ് ടീമിൽ തൻ്റെ സ്പോട്ട് അരക്കിട്ടുറപ്പിക്കാനും IPLലെ ഈ പെർഫോമൻസ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. സമാനമായി T20യിൽ ഫ്ലോപ്പായി IPLൽ തിളങ്ങിയ മറ്റൊരു താരം കഗിസോ റബാഡയാണ്. T20 വേൾഡ് കപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി 7 മാച്ചിൽ 5 വിക്കറ്റ് മാത്രമാണ് വലങ്കയൻ പേസർക്ക് നേടാനായത്. എന്നാൽ IPLലേക്ക് വരുമ്പോൾ ഈ 30കാരൻ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കുന്തമുനയാണ്. പവർ പ്ലേയിലടക്കം ബ്രേക്ക് ത്രൂ വിക്കറ്റ് എടുത്ത് GTയുടെ വിശ്വസ്ത ബോളറായി. നിലവിൽ 11 ഇന്നിംഗ്സിൽ നിന്നായി 18 വിക്കറ്റാണ് റബാഡ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വിക്കറ്റ് നേടിയവരുടെ പർപ്പിൾ ക്യാപ്പ് റേസിലും ഒന്നാമതുണ്ട്. IPL ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിലുള്ള ഹെൻറിച്ച് ക്ലാസൻ, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, വൈഭവ് സൂര്യവംശി, സായ് സുദർശൻ, വിരാട് കോഹ്ലി എന്നിവരൊന്നും ലോകകപ്പ് കളിച്ചിട്ടില്ല എന്ന കൗതുകവുമുണ്ട്. ഇനി T20 ലോകകപ്പിൻ്റെ പകിട്ടിലെത്തി IPLൽ തീർത്തും നിരാശപ്പെടുത്തിയ ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനി ഇന്ത്യയുടെ പ്രീമിയം പേസർ ജസ്പ്രീത് ബുംറ തന്നെയാണ്. ലോകകപ്പിൽ ഇന്ത്യൻ വിജയത്തിൻ്റെ ചാലകശക്തിയായ ബുംറ 8 മാച്ചിൽ നിന്നായി 14 വിക്കറ്റാണ് അന്ന് എടുത്തിരുന്നത്. ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 1-ാം സ്ഥാനത്തുമുണ്ട്. എന്നാൽ തൊട്ട് പിന്നാലെ നടന്ന IPLലേക്ക് എത്തുമ്പോൾ നിലനിൽപ്പിനായി പോരാടുന്ന ബുംറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 ഇന്നിംഗ്സുകളിൽ നിന്നായി എറിഞ്ഞിടാനായത് 3 വിക്കറ്റ്. റൺസ് കൺസീഡ് ചെയ്യുന്നതിലും ഏറെ മുന്നിൽ. തൻ്റെ IPL കരിയറിലെ തന്നെ ഏറ്റവും മോശം സീസണിലൂടെയാണ് ബുംറ കടന്നു പോകുന്നത്. ലോകകപ്പിൽ നന്നായി പന്തെറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്ത ടീമിലെത്തിച്ച സിംബാബ്വെ പേസർ ബ്ലെസ്സി മുസറവാനിക്കും IPL കടുപ്പമേറിയതായി. 2 മത്സരങ്ങളിൽ മാത്രം കളിക്കാൻ അവസരം ലഭിച്ച താരത്തിന് 4 വിക്കറ്റ് മാത്രമാണ് നേടാനായത്. ഇനി ബാറ്റിങ്ങിലേക്ക് വന്നാലോ, അവിടെയും പണി കിട്ടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തന്നെയാണ്. T20 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിനെ തകർത്തടിച്ച ടിം സെഫർട്ട് KKRനൊപ്പം തീർത്തും നിരാശപ്പെടുത്തി. ലോകകപ്പിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 46 ബാറ്റിംഗ് ആവറേജിൽ 326 റൺസാണ് സെഫർട്ട് അടിച്ചെടുത്തത്. റൺ വേട്ടക്കാരിൽ അന്ന് രണ്ടാമതുമുണ്ടായിരുന്നു. എന്നാൽ IPLൽ ലഭിച്ച 3 അവസരങ്ങളിൽ നിന്നായി നേടിയത് വെറും 19 റൺസ് മാത്രം. ആവറേജ് 6.33. ലോകകപ്പിൽ മികച്ച ഫോമിൽ ബാറ്റ് വീശിയ ഫിൻ അലനും തുടക്കത്തിൽ KKR നിരയിൽ നിറം മങ്ങുന്നതാണ് കണ്ടത്. അവസാന മത്സരത്തിൽ ഡൽഹിക്കെതിരെ സെഞ്ചുറി പ്രകടനവുമായി താരം ഫോം സൂചനകൾ നൽകുന്നുണ്ട്. ഇതുവരെ 7 ഇന്നിംഗ്സുകളിൽ നിന്നായി 210 റൺസാണ് കിവി താരത്തിൻ്റെ സമ്പാദ്യം. ലക്നൗ സൂപ്പർ ജയൻസ് താരം എയ്ഡൻ മക്രമാണ് ഫ്ലോപ്പായ മറ്റൊരു താരം. T20 വേൾഡ് കപ്പിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 47 ആവറേജിൽ 286 റൺസാണ് മാർക്രം പോക്കറ്റിലാക്കിയത്. ദക്ഷിണാഫ്രിക്കൻ നിരയിലെ ടോപ്പ് സ്കോററും ക്യാപ്റ്റൻ മാർക്കം തന്നെയായിരുന്നു. എന്നാൽ IPLലേക്ക് വരുമ്പോൾ ആ മിന്നും ഫോം തുടരാൻ ലക്നൗ താരത്തിനായില്ല. 10 ഇന്നിംഗ്സിൽ നിന്ന് സ്വന്തമാക്കാനായത് 225 റൺസ്. ഒരു 50 പോലും ആ ബാറ്റിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ടോപ്പ് ഓർഡറിൽ താരത്തിൻ്റെ മോശം പെർഫോമൻസ് ലക്നൌയുടെ തുടർ തോൽവികൾക്കും കാരണമാകുന്നുണ്ട്. മറ്റൊരു കൗതുകം ഷിംറോൺ ഹെറ്റ്മെയറാണ്. T20 വേൾഡ് കപ്പ് വീക്ഷിച്ച ഏതൊരു രാജസ്ഥാൻ റോയൽസ് ആരാധകരും സന്തോഷിച്ചത് ഹെറ്റ്മെയറിൻ്റെ ഫോമിലായിരുന്നു. 1 ഡൗണായി കളത്തിലിറങ്ങിയ ഹെറ്റ്മെയർ 7 ഇന്നിംഗ്സുകളിൽ നിന്നായി 41 ബാറ്റിംഗ് ആവറേജിൽ നേടിയത് 248 റൺസായിരുന്നു. ടോപ്പ് റൺ സ്കോറർമാരിലും ആദ്യ 10ൽ ഇടം പിടിച്ചു. ലോകകപ്പിൽ പല മത്സരങ്ങളിലും വിൻഡീസ് വിജയങ്ങളിൽ ഹെറ്റ്മെയറിൻ്റെ പങ്ക് ക്രൂഷ്യലായിരുന്നു. എന്നാൽ രാജസ്ഥാൻ നിരയിലേക്ക് വന്നപ്പോൾ ആ ഫോം തുടരാൻ താരത്തിനായില്ല. ഇതുവരെ നേടിയത് വെറും 78 റൺസ് മാത്രം. ആവറേജ് 13. പോയ സീസണിലേതിന് സമാനമായി ടീമിന് ബാധ്യതയാകുന്ന സാഹചര്യം.
ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ അക്സർ പട്ടേലിൻ്റെ കാര്യം ഇതിലും ദയനീയമാണ്. 11 മത്സരങ്ങളിലായി 8 ഇന്നിംഗ്സുകളിലാണ് അക്സറിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ആകെ നേടിയതോ 44 റൺസ് മാത്രം. മെല്ലെപ്പോക്കിൻ്റെ പേരിലും വിമർശനം നേരിടുന്നു. ബൗളിംഗിൽ മാത്രമാണ് അക്സറിന് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാനായത്. 10 വിക്കറ്റുമായി പർപ്പിൾ ക്യാപ്പ് റേസിൽ 20ാം സ്ഥാനത്തുണ്ട്. T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്കായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരത്തിന് ഡൽഹിക്കായി ആ പെർഫോമൻസ് ആവർത്തിക്കാനായിട്ടില്ല. CSK താരങ്ങളായ ഡെവാൾഡ് ബ്രേവിസ്, ശിവം ദുബെ എന്നീ താരങ്ങൾക്കും T20 ലോകകപ്പിൽ പുറത്തെടുത്ത ആ ഫിനിഷിംഗ് റോൾ IPL ടീമിലേക്ക് പുറത്തെടുക്കാനായിട്ടില്ല. ചെന്നൈ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയും ഈ താരങ്ങളുടെ മോശം പെർഫോമൻസ് തന്നെയാണ്. IPL-ൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ മറ്റൊരു താരം ജേക്കബ് ബെഥലാണ്. ലോകകപ്പ് സെമി ഫൈനലിൻ്റെ ഹൈപ്പിൽ വന്ന യുവതാരത്തിന് RCBക്കൊപ്പം ഇതുവരെയും അതിനൊത്ത പെർഫോമൻസ് എടുക്കാനായിട്ടില്ല. ലഭിച്ച 4 അവസരങ്ങളിൽ നിന്നായി 43 റൺസ് മാത്രമാണ് സ്വന്തമാക്കാനായത്. എന്നാൽ ലോകകപ്പിൽ ഫോമിലല്ലാത്ത ഫിൽ സോൾട്ട് IPL-ൽ അല്പം കൂടി ഭേദപ്പെട്ട പെർഫോമൻസാണ് നടത്തിയത്. അതേസമയം T20 ലോകകപ്പിലും IPL-ലും ഒരേപോലെ കളം നിറയുന്ന താരങ്ങളുണ്ട്. സഞ്ജു സാംസണും ഇഷാൻ കിഷനുമാണ് ഇതിലെ 2 പ്രധാനികൾ. ലോകകപ്പിൽ 5 ഇന്നിംഗ്സിൽ മാത്രം അവസരം ലഭിച്ച സഞ്ജു 80 ബാറ്റിംഗ് ആവറേജിൽ 321 റൺസാണ് അടിച്ചെടുത്തത്. ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി റൺ വേട്ടക്കാരിലും 3ാമതായിരുന്നു. ഇനി IPL-ലേക്ക് വന്നാലോ, അവിടെയും ആദ്യ പേരുകാരനായി സഞ്ജുവുണ്ട്. ചെന്നൈക്കായി അരങ്ങേറ്റ സീസൺ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇതിനകം 402 റൺസ് നേടിക്കഴിഞ്ഞു. 2 സെഞ്ചുറിയും 1 50യുമായി CSKയുടെ ടോപ്പ് സ്കോറർ. ഓറഞ്ച് ക്യാപ്പ് റേസിൽ 8ാം സ്ഥാനത്ത്. ഇഷാൻ കിഷൻ്റെ കാര്യവും സമാനം തന്നെ. ദേശീയ കുപ്പായത്തിൽ തകർത്തടിച്ച പോക്കറ്റ് ഡൈനാമോ IPL-ൽ ഓറഞ്ച് ജേഴ്സിയിലും അതേ ഇന്ത്യനിലാണ് ബാറ്റ് ചെയ്യുന്നത്. 4 അർദ്ധ സെഞ്ചുറി അടക്കം ഇതിനോടകം 409 റൺസ് അടിച്ചെടുത്തു. ഓറഞ്ച് ക്യാപ്പ് റേസിലും ആദ്യ സ്ഥാനങ്ങളിലുണ്ട്. വിൽ ജാക്സ്, റയാൻ റിക്കൽട്ടൺ, ലുങ്കി എങ്കഡി, ജോഫ്ര ആർച്ചർ, ജേസൺ ഹോൾഡർ, ജാമി ഓവർട്ടൺ എന്നിങ്ങനെ ദേശീയ ടീമിനായും ഫ്രാഞ്ചൈസിക്കായും മികച്ച പ്രകടനം നടത്തിയ മിനിമം ഗ്യാരണ്ടി താരങ്ങളുടെ പട്ടിക നീണ്ടുപോകുകയാണ്. എന്നാൽ സൂര്യകുമാർ യാദവ് IPL-ലും ലോകകപ്പിലും ഒരുപോലെ പരാജയമായി എന്ന് പറയാം. ലോകകപ്പിൽ അമ്പേ പരാജയമായ ജോസ് ബട്ട്ലർ IPL-ൽ അല്പം കൂടി ഭേദമാണ്. ലോകകപ്പിൽ വിക്കറ്റ് എടുത്തിട്ടും തല്ലുവാങ്ങിയിരുന്ന വരുൺ ചക്രവർത്തി IPL-ൽ വിക്കറ്റ് എടുക്കാതെ തന്നെ തല്ലുവാങ്ങുന്നുണ്ട്. ലോകകപ്പിൻ്റെ അത്ര തല്ലുവാങ്ങുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ ടീമിലെ സാഹചര്യമല്ല ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ. ടീം ഫോർമേഷൻ മുതൽ സമ്പർദ്ദ സാഹചര്യം വരെ വ്യത്യസ്തമാണ്. ചെറിയ മാറ്റങ്ങൾ പോലും താരങ്ങളുടെ പ്രകടനത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കൂടുതൽ പേരുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം.